നമ്മൾ കൃത്യനിഷ്ഠയിലാണ് ഇപ്പൊ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ രണ്ടാമത്തെ സൂചി കുത്തിവെപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് 2 കൂടി ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാമല്ലോ, ഒരു പൂച്ച ജസ്റ്റ് ഒന്ന് തലോടിയിട്ട് പോയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ എനിക്ക് എത്ര ഓൾറെഡി 7 പ്രാവശ്യം കുത്തി എന്നെ മേത്ത്. ഇത് 8ാമത്തെ ആയിരിക്കും. പോകുന്ന വഴി ആ ട്രെയിനറിനെയും പൊക്കും. അവന്റെ വീട് അവിടെ തന്നെ. അപ്പൊ അങ്ങോട്ട് ഇരിക്കട്ടെ, ഒരു ബൈ സ്റ്റാൻഡർ ഉണ്ടെങ്കിലേ കുത്തിവെപ്പിക്കും. പിന്നെ വേണേ ക്യാമറമാനും ചെയ്ത് നിൽക്കാം. എന്തായാലും പോകുന്ന വഴിയില്ല അവനെ പിക്ക് ചെയ്തേക്കും. ഇന്ന് ഷട്ടൊന്നും ഇവിടെ വരുന്നത് ഉറക്കത് നേരെ എഴുന്നേറ്റാണ്. ബോഡി ആരും കണ്ടില്ലടാ. ഞാൻ ഒന്ന് കഴിച്ചിട്ട് പോലും രാവിലെ വിട്ട് പട്ടിണിയാണ്. ഞാൻ ബ്ലഡ് എടുക്കാൻ പോകുന്നതൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത്. അമ്മയൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇല്ലായിരുന്നു. അമ്പലത്തിൽ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. ഇനി ഞാൻ അമ്മേനെ അച്ഛനും കൂടി ഗുരുവായൂർ കൊണ്ടുപോകും. രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഗുരുവായൂരിലോട്ട് പോകും. എനിക്ക് വേറൊരു കുറച്ച് പണിയുണ്ട് കോഴിക്കോട്. അപ്പൊ ആ വഴി ഗുരുവായൂർ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. പിന്നെ എത്തിയിരിക്കുകയാണ്. തിരക്കുണ്ടല്ലോ അവിടെ. ഇഞ്ചക്ഷൻ എടുത്ത് കിട്ടും. അവര് 5 രൂപ കൊടുക്കണ്ടേ വാർക്കല്? 5 രൂപ ഉണ്ടോ? നമ്പർ എത്ര കിട്ടിയത്? 150. ഇപ്പൊ എത്രയാ? 122. എന്നാ ഇപ്പൊ ഞാൻ പോയേക്കാം. ഇത് കുറച്ചേറെ ജാസ്തി ആയിട്ടുണ്ടല്ലോ അവിടെ. പോയി അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു 2 എണ്ണം. ഇങ്ങനെ ഡെയിലി വന്ന് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സൗഭാഗ്യം എനിക്ക് എന്റെ പൂച്ചകൾ കാരണം കിട്ടുന്നു. ഇതെന്റെ വീട്ടിലെ പൂച്ചകളല്ലായിരുന്നു ഏറ്റവും. പൂച്ചകളോട് അഗാധമായ പ്രണയമുള്ളതുകൊണ്ട് നീ അഗാധ പ്രണയിക്കാതെ കയറി. 1.5 കിലോ. നമ്മൾ ട്രെയിനറിനെ വീട്ടിൽ വിട്ടിരിക്കുകയാണ്. അവന് വിട പറയുന്നു. എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ അവനോടുണ്ടാക്കുന്നത്. അവനോടുണ്ടാക്കുന്നെങ്കിൽ ഞാൻ അത് കുഴപ്പമില്ല. ഉപ്പിട്ട് കുടിക്കുകയാണ് അതിനകത്ത്. കുറച്ച് ചെറിയ പയ്യന്മാരായിരുന്നു എന്നെ കാണാൻ. നിന്റെ മിനിയേച്ചറാണോ? നിന്റെ മിനിയേച്ചറാണോ കണ്ടത്? മൂന്നാമത്തെ മിനിയേച്ചർ വന്നു. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. വളർന്ന് വലുതായി ഇതിനൊക്കെ കാണണ്ടേ? വേണ്ടേ? ബോയ്സ്, നമ്മൾ ഗുരുവായൂർ പോകാൻ പോവുകയാണ്. ഒറ്റയടിക്കാണ് ടൈം ഇത്ര പെട്ടെന്ന് മാറിപ്പോയത്. മനസ്സിലായ പോലും ഇല്ല. അല്ല, ഞാൻ കിടന്നുറങ്ങുമായിരുന്നായിരുന്നു ഏറ്റവും വലിയ റീസൺ. പക്ഷേ ഞാൻ രാത്രി ഓടിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഈ ഫുൾ ട്രിപ്പ് അച്ഛനെ ഓടിക്കാൻ പോകുന്നതെന്ന്. ഇവിടുന്ന് 6 മണിക്കൂർ ദൂരം, 150-200 കിലോമീറ്റർ കണ്ട. 180 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, നോക്കണം. 150 അമ്മ കുറേ നാളുകളായിട്ട് ഗുരുവായൂർ പറയുവാണ്, ബ്ലോഗാണെന്നൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഫൈനലി ഇറ്റ്സ് ടൈം. ഗുരുവായൂർ പോയിട്ട് ഞാൻ അമ്മനെയൊക്കെ അവിടെ ആക്കിയിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. അച്ഛന് വേണ്ടി ഞാൻ വണ്ടി പുറകിലായി കൊടുക്കുകയാണ്. ഫൈനലി അമ്മ എത്തിയിരിക്കുന്ന. അമ്മയുടെ ഗുരുവായൂർ ട്രിപ്പ് വലിയ ഉപകാരം. ദൈവമേ, 100 നന്ദിയുണ്ടേ. അയ്യോ, അകത്തോട്ട് കയറി. ഞാൻ പുറകിലായിരിക്കുന്ന. ഇയാള് പുറകിലാണോ? അച്ഛൻ ഓടിക്കുമല്ലേ? കഷ്ടം. എന്ത് തീരുമാനിച്ചിട്ട് ഗുരുവായൂർ എത്തണ്ടേ? എത്തണമെങ്കിൽ നീ ഫ്രണ്ടിൽ, നീ സൈഡിലിരിക്കും. അല്ലാതെ പിന്നെ എങ്ങനെ? അവൻ ബാക്കിൽ വന്നോളൂ. അച്ഛൻ ഓടിക്കാൻ പോവാ. അവിടെ എത്തുക. ദൈവത്തിന് സ്തുതി. അയ്യോ സ്തുതി. അയ്യോ. അപ്പൊ അതൊക്കെയാണല്ലോ ഒരു 6 മണിക്കൂറത്തെ ഓട്ടം. നമ്മളൊരു 12 മണിക്കൂർ എന്തായാലും തീർത്തിരിക്കും അല്ലേ അമ്മ? പ്രതീക്ഷിക്കാം. ആണോ? മണിക്കൂർ അത്ര വിഷയമൊന്നും. നാളത്തേക്ക് എത്തിയാ മതി. ആദ്യമായിട്ടാണ് യാത്ര പോകുന്നത്. അവസാനത്തെ ആകായിരുന്നാ മതി. പിന്നെ യാത്ര കൊണ്ട് വരത്തില്ല. അത്രയും വാക്കുകളൊന്നും പറയാം. ഓക്കെ. ശുഭ. അച്ഛന് കണ്ണ് കാണുന്നുണ്ടാ? അച്ഛൻ ആദ്യമായിട്ടാണ് രാത്രി ഓടിക്കുന്നത്. രാത്രിയല്ല, പകല് തന്നെ യാത്രയ്ക്ക് അങ്ങനെ പോയിട്ടില്ലല്ലോ. ഇതുവരെ അച്ഛന്റെ ഓടിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മളവിടെ എത്തും ഗുരുവായൂർ. പക്ഷെ ഇന്നൊന്നും എത്തത്തില്ല. ഇതുവരെ 6 കിലോമീറ്റർ കണ്ടൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി കുറച്ചു നേരം പിടിക്കും അവിടെ എത്താൻ. എത്തുമ്പോ എത്തട്ടെന്നാ. അച്ഛൻ ഓടിച്ചു വരും. നമ്മളിപ്പോ എത്താത്തതുകൊണ്ട് ഞാൻ മേടിക്കുകയാണ് വണ്ടി. നമുക്ക് പെട്ടെന്ന് ഓടിച്ചല്ല. അപ്പൊ അച്ഛനും അമ്മയും കിടന്നുറങ്ങാം. ഇറങ്ങ്. അത്ര സ്പീഡ് വേണ്ട. അമ്മ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കമ്മേ. അമ്മയുടെ പുറകെ കിടന്ന് ഉറങ്ങ്. അമ്മ പുറകെ കിടന്ന് ഉറങ്ങ്. അതായിരിക്കും നല്ലത്. അന്നെങ്കിൽ അമ്മ വല്ല ബസ് പിടിച്ചു വാ. പ്രീമിയം ഉള്ളതാണല്ലോ. ഇപ്രാവശ്യം പ്രീമിയം പെട്രോൾ ഇടുകയാണ്. അല്ലെങ്കിലും 11.5 കിട്ടുന്നതിന് മൈലേജ്. ഇത് ഓൾമോസ്റ്റ് തീരാറായി. 11.5 മൈലേജ് കിട്ടുന്നത്. പ്രീമിയം കിട്ടും എത്ര കിട്ടും നോക്കട്ടെ. ഞാൻ കൊടുക്കാം. 4000 രൂപയാവും.
വലിയ എമൗണ്ടുകളൊക്കെ അന്നേ കൊടുത്തു. അമൃത ഗാർമെന്റ്സ്. നമ്മൾ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. അച്ഛനും അമ്മേനും നമ്മൾ ഇവിടെ ഒരു റൂമിലായിട്ടിടുന്നു. എന്ത് പറ്റിയമ്മേ? നിക്കാൻ പറ്റുന്നില്ലേ? അയ്യോ കാറിൽ ആദ്യമായിട്ടുള്ള വലിയ സഞ്ചാരമല്ലായിരുന്ന. ഞാൻ ഇറങ്ങും ഇവിടുന്ന് കേട്ടല്ലോ. അമ്മ കൃഷ്ണനെ കണ്ടിരി. അപ്പൊ അച്ഛനും അമ്മേനെ നമ്മളിനി വൈകുന്നേരം വന്ന് പിക്ക് ചെയ്യും. എനിക്കിനി കോട്ടയം അല്ല കോഴിക്കോട് പോകണം. 2 മണിക്കൂർ അവിടെ ഒരു ഇൻഫിനിറ്റി കോവ് സ്റ്റുഡിയോ ഉണ്ട്. അത് പോയി കാണാൻ വേണ്ടി. ഗുരുവായൂർ ഫുള്ള് ഇങ്ങനെ മറ്റേ സ്റ്റേയുടെയും ഹോട്ടലിന്റെയും ബിസിനസ് ആണല്ലേ. വന്നപ്പോ തന്നെ ആൾക്കാർ വന്ന് റൂം വേണോ റൂം തരാം. കാരണം മൂന്നാറിൽ വന്നിട്ട് റൂം വേണോ എന്ന് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി ചോദിക്കുന്ന എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ക്യാമറ പുറകിൽ അവന് ഇങ്ങനെ കാറി കിടന്ന ശീലമില്ല. ഇങ്ങനെയൊക്കെയാണ് ശീലമാകുന്നത്. ഇപ്പൊ വണ്ടിക്കകത്തിരുന്ന് കിടന്നിറങ്ങാൻ പോകുക. കോഴിക്കോട് പോകുന്ന വഴി ഏകദേശം കുറച്ച് പോയി. ഇനി ഒരു 94 കിലോമീറ്റർ കണക്കെ ഉണ്ട് എൻ്റെ പെട്രോൾ പമ്പ്. ഗുഡ് മോർണിംഗ് ബോയ്സ്. ഇത്ര അവിഞ്ഞൊരിറക്കം ഈ ജന്മത്ത് ഇറങ്ങിയിട്ടില്ല ഞാൻ. എനിക്ക് അയ്യോ മോനെ ഈ പെട്രോൾ പമ്പിന്റെ സൈഡിൽ കിടന്നിറങ്ങിയിട്ട് എൻ്റെ കഴുത്ത് മേനെടുക്കുന്ന ഇവനാണെങ്കിൽ പുകഞ്ഞ് തലയൊക്കെ കുളിച്ചിരിക്കുവായിരുന്നു സൈഡില്. ഇപ്പഴാ ശരിയായത്. ഇപ്പൊ ഞാൻ AC ഓണാക്കിയത്. അതുപോലെ AC ഓണാക്കി കിടന്നേനെ. പിന്നെ ഈ അമോണിയ കാർബൺ മോണോക്സൈഡ് അങ്ങനത്തെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ AC അങ്ങനെ ഫുള്ളും കണ്ടിന്യൂസ് ഓണാക്കുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് വിയർത്തില്ല. പക്ഷെ എൻ്റെ കഴുത്തൊക്കെ കൊടുക്കത്തില്ല. സ്ട്രക്ചർ ശരിയല്ലെന്നേ. നമുക്കൊരു കാർ മേടിക്കേണ്ടിയിരിക്കുന്ന കിടക്കാൻ വേണ്ടി മാത്രം. എന്ത് മഴ ഇവിടെ ദൈവമേ. അവസാനം ഈ മഴയത്താണല്ലോ ഞാൻ കോഴിക്കോട് എത്തിയത്. എനിക്ക് പോകേണ്ട ലൊക്കേഷൻ ഞാൻ 1 മണിക്കൂർ മുമ്പ് അവനെ വിളിച്ചറിയിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ 1 മണിക്കൂർ മുമ്പേ അല്ല 6 മിനിറ്റ് ആയിട്ട് പോലും വിളിച്ചിട്ടില്ല. വേറെ കാര്യം ഓടിച്ച് ദൈവമേ. ഇപ്പൊ ഇന്നലെ രാത്രി തുടങ്ങിയ ഓട്ടോ അല്ലേടാ. 11 മണിക്ക് ഇന്നലെ രാത്രി ഓടിക്കാൻ തുടങ്ങിയതാ വീട്ടിൽ നിന്ന്. ഇപ്പൊ രാവിലെ ഞാൻ ഇടയ്ക്ക് വെച്ച് 4 മണിക്കൂറോടെ കിടന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മമാരുടെ അങ്ങോട്ട് ഞാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേച്ചിക്കണം. പല്ല് സംഭവമൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ബാഗിലാണ്. അതുകൊണ്ട് ഞാൻ പല്ലും എന്തെങ്കിലും തേച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. വളരെ വിശപ്പുണ്ട് എനിക്ക്. ഇൻസ്റ്റമാർട്ട് ഡെലിവറി കിട്ടിയിരിക്കുന്നു. ഹായ്. വീട് പടന്നില്ല. ഞാൻ പേസ്റ്റ് വന്നേ ഉള്ളൂ ഇവിടെ. ടൂത്ത് പേസ്റ്റും ബ്രഷും ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്ലോസപ്പ് യൂസ് ചെയ്യാമല്ലോ നമുക്ക് നോക്കാം. ഈ ടൂത്ത് പേസ്റ്റ് കുറച്ചേറെ പേർപ്പിളാണ്. നമ്മൾ എത്തിയിരിക്കുന്ന ലൊക്കേഷനിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്ഥലം? ആ ബിൽഡിംഗ് വല്ലതും ആണോ? ഇത് തന്നെയാണ്. താഴത്ത് വരാന്നൊക്കെ പറയും. എന്നാൽ ഇതിന്റെ പൊക്കത്താണോ വെച്ചിരിക്കുന്നത്? ഇന്ന് വർക്കുണ്ടോ? ഇതാണ് ഇൻഫിനിറ്റി കോവ് കേട്ടോ. ഇത് മറ്റേ എറണാകുളത്തെക്കാട്ടി നല്ല വലിപ്പമാണ്. ഏകദേശം അവിടം വരേണ്ടത് ആ മൂല വരെ. വേറെ ഇവിടം തൊട്ട് ഇവിടം വരെ കണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കൺജസ്റ്റഡ് ആയിരുന്നു. അതാണ് ഇവിടം വരെ വന്നത്. അതാണ് ഒടുക്കത്തെ എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ പൊക്കത്ത് എനിക്ക് ആ ഒരു വേർത്ത് കിട്ടുന്നുമില്ല. അപ്പം ഇനി കോഴിക്കോട് വന്ന് ആരെങ്കിലും വിടുക. കോഴിക്കോട് വരെ വണ്ടി ഓടിക്കണമെന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. സ്റ്റുഡിയോയുടെ പേര് പറയേണ്ടി വരും. പേര് ഡേണേ സ്റ്റുഡിയോ. ഡർനെ എന്ന സ്റ്റുഡിയോയുടെ പേര്. കോഴിക്കോട് സ്ഥലം മൊയ്ക്കായ്. നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണ്. എൻ്റെ അവിടെക്കാട്ടിലും. അവിടെ 3000 രൂപ മണിക്കൂറിനൊക്കെ ഇവിടെ 800 രൂപയുള്ളൂ. എന്നാലും അവന്മാർ വേറെ കുറച്ച് ഓഫേഴ്സ് എനിക്ക് പറഞ്ഞ് അതെന്തായാലും അവന്മാർ എനിക്ക് അതിൻ്റെ കോസ്റ്റ് പറയട്ടെ. കോസ്റ്റ് അഫോർഡബിൾ ആണ്. എനിക്ക് റീസണബിൾ ആയിട്ട് തോന്നിയാൽ നമുക്കിവിടെ ചെയ്യാം. നമുക്കിനി സൂഫിയിൽ പോയി ചിക്കൻ കഴിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്ത കടയായിരുന്നു ഇവിടെ കേരളത്തിൽ. നമ്മൾ സൂഫി മന്തി എത്തിയിരിക്കുകയാണ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ. ഇതിന് മുമ്പ് പ്രാവശ്യം നല്ല തിരക്കിലാണ് വന്നത്. ഇപ്രാവശ്യം ഈ കാർ പാർക്കിംഗ് സ്ഥലമൊക്കെ കിട്ടി. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് വിട്ട് തിരിച്ച് ഗുരുവായൂർ പോകാനുള്ളതാണ്. അന്ന് കഴിച്ച സെയിം ടേസ്റ്റ് ഇല്ല എനിക്ക്. ചിലപ്പോൾ ഞാൻ ഈ കുറേയേറെ ഫുഡ് കഴിച്ചുകൊണ്ട് പക്ഷേ ഇപ്പോൾ വന്നിപ്പോൾ കുറേയേറെ ടേസ്റ്റ് പിടിച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഇത് വലുതായിട്ട് ഓക്കെ ആയിട്ട് തോന്നുന്നു. കൊള്ളത്തില്ലെന്ന് പറയുന്നില്ല. ഓക്കെ. ഇവിടെ 100. ഈ 100 എടുത്ത് കുറച്ച് മുമ്പിലോട്ട് ആകുമ്പോൾ 80. ഇത് കണ്ട 50 മീറ്റർ പോലും ഇല്ല. വെറുതെ മാറിക്കൊണ്ടിരിക്കും. ഇവന്മാരുടെ എക്സ്ട്രാ അച്ചടിച്ചിട്ട് വെറുതെ പോസ്റ്റ് ചെയ്ത് വെച്ചാ 100. ഇത് 150 ഇങ്ങനെ എത്ര അടുത്ത് ആ ഒരു ചെറിയ ഭാഗത്തേക്ക് കത്തിച്ചു വിടാനാണ്. 100 കാണിച്ചിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 50 കാണിക്കുക. പിന്നെ ചില 30 കാണിക്കുന്നു. ഒറ്റയടിക്ക് 100 കാണിക്കുന്നു. ലൈറ്റ് വെഹിക്കിൾ 100 ബത്താറാണ്. ലൈറ്റ് വെഹിക്കിൾ 100. ഇവിടെ നോക്കി ലൈറ്റ് വെഹിക്കിൾ 50. ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കും. അതായിരിക്കും എനിക്ക് തെറ്റ് പറ്റുന്നത്. ഇത് ചിലപ്പോൾ ലൈറ്റ് വെഹിക്കിൾ അല്ല. ഇത് ഹെവി വെഹിക്കിൾ അല്ല. അമ്മയച്ഛനെ തപ്പിയിട്ട് കിട്ടുന്നില്ല. ആദ്യത്തെ കട നോക്കി. ആദ്യത്തെ കടയിലൊന്നും ഇല്ല. കിഴക്ക് ഏതാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു വരുമ്പോ ഇന്നൊന്ന് ഈസ്റ്റ് ഒരു ആന നടന്നു വരുന്നുണ്ട്. അവന്റെ അടുത്താണോ? ഇങ്ങനെ വൈപ്പിയിലൊക്കെ മേടിച്ചു നോക്കി. ഒറിജിനലാണോ? വേറൊന്നും പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ. ഇവിടെ എന്താ വെള്ളപ്പാവാട ഇട്ട ആൾക്കാർ വരുന്നു? വെള്ളപ്പാവാട ഇട്ടാ? നമ്മള് പകുതി വഴിയില്
പാഷൻ ഫ്രൂട്ടാ അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കാൻ വന്നിരിക്കുകയാണ്. 1 കിലോ 160 രൂപയ്ക്ക് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഫ്രഷ് അല്ലേ ഇത്? ചേട്ടൻ നല്ല നോക്കി വെക്ക്, വലിപ്പം കുഴപ്പമൊന്നുമില്ല. അവിടെ നാരങ്ങ വെള്ളം കരിക്കും വെള്ളം കുടിച്ചിട്ട് വരാൻ. അത് വെള്ളക്കാണൊക്കെ ഇരിക്കുന്നത്. അമ്മേടിക്കാണ്ട് നല്ലത് ഈ വലുത് മേടിക്കുന്നത്. ഈ അമ്മയ്ക്ക് മേടിക്കാൻ പോയാൽ അമ്മ എല്ലാം പറയുക. അമ്മയ്ക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് നമുക്ക് സ്റ്റാർബക്സ് കേട്ടാൽ നോക്കാം. സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. മമ്മിക്ക് മമ്മി അമ്മയ്ക്ക് ചായ വേണമെന്ന് 1:30-2 മണിക്ക് മുമ്പേ പറഞ്ഞതാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. 3 മണിക്ക് മുമ്പ് പറഞ്ഞാണ്. എന്നാലും എണ്ണി വെച്ചിട്ടുണ്ട് സമയം. അപ്പൊ അച്ഛൻ ആദ്യമായിട്ട് സ്റ്റാർബക്സിൽ വന്നു. എന്താ വേണ്ടത്? നിങ്ങൾ എന്ത് പറയുന്നു അത് മേടിച്ചു. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇവിടുത്തെ ഒന്നും പറഞ്ഞൂടാ. ചന്ദനമൊക്കെ ഇട്ട് വന്നതല്ലേ? അതേ കൃഷ്ണാമ്പലത്തിൽ പോയി വന്നല്ലേ, ഗുരുവായൂർ പോയി വന്നല്ലേ. എന്താ വേണ്ടത്? കുറെ കോൾഡ് കോഫി, ഹോട്ട് കോഫി, കാപ്പച്ചീനോ, ഫ്രാപ്പച്ചീനോ. കോഫി മതിയെന്ന്. അച്ഛൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ട്രീറ്റ് കൊടുക്കുന്നു. ഇത്ര ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ച് വന്നെങ്കിൽ നമുക്ക് കുറച്ച് ട്രീറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അമ്മ പിന്നെയും വന്നിരിക്കുന്ന സ്റ്റാർബക്സിൽ എപ്പോഴും വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം ലുലുവിൽ വന്ന ഓർമ്മയില്ലേ? കഴിഞ്ഞ വർഷം അമ്മ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ഗേളാണ്, ഒരു ലേഡിയാണ്. അപ്പൊ ആ ലേഡിക്ക് റിലാക്സേഷൻ വേണ്ടേ? അത് ഇവിടെ വന്നിട്ടാണ് ബിസിനസ് ചെയ്യുന്ന ഗേളാ. പെൺകുട്ടി ഒരു പെണ്ണാണ്, നല്ല പെണ്ണാണ്. എത്ര ഉമ്മർ വേണ്ട, ഞാൻ പെണ്ണാണ്, ഞാൻ ആണല്ല. തണുത്ത വേണോ ചൂട് വേണോ? ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യാം. അതാ നല്ലത്. കഴിക്കാൻ വല്ല വേണോ? ചീസ് കേക്ക് വേണം, ചീസ് കേക്ക്. അല്ലെങ്കിൽ കഴിക്കാൻ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, കുഴപ്പമില്ല. അങ്ങനെ ചായ കുടിച്ചിട്ട് പോവാം. നമ്മ പറഞ്ഞ് നീ വേണ്ടെന്ന്, സമയം മാറിപ്പോയെന്ന്. അത് കൊള്ളാമല്ലോ. നിനക്കെന്താ വേണ്ട? കട്ടനാ? ഓ, 3 പേർക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വെറുതെ നോക്കുത്തിനൊക്കെ ഇരിക്കണ്ട. ചായയും കടിയും എന്തെങ്കിലും ഉള്ളത് കടിയൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. നമുക്ക് പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്യാം. ആഹാരമൊന്നും കിട്ടിയല്ല. ആഹാരം കയറിയപ്പോഴേ എനിക്ക് തോന്നി ആഹാരമൊന്നും കിട്ടിയല്ല. അച്ഛന് ഫസ്റ്റ് സ്റ്റാർബക്സ് എക്സ്പീരിയൻസ് അല്ലേ? അച്ഛൻ്റെ എങ്ങനെ പോകും നമുക്ക് നോക്കാം. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇല്ല, ഫസ്റ്റ് ടൈം അച്ഛൻ. ആ, സ്പെഷ്യൽ ഐറ്റം 600 രൂപയാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതിന് എന്തൊക്കെയാണ് അച്ഛൻ്റെ ഏതാ അതിനകത്ത്? ഇതാണ്. ഇതൊന്നും അല്ല, അച്ഛൻ്റെ ഈ വലുതാണ്. ചെറിയ ഗ്ലാസ് ആണല്ലോടാ. ചെറിയ ഗ്ലാസ്. എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേര് ജാവ ചിപ്പ്. തോമസ് കുട്ടിന്നൊക്കെ ഇട്ടോ. അല്ല, ഇതിന് കരണ്ടിയൊന്നും ഇല്ല. കറണ്ടി ഒന്നുമില്ല, നേരെ കുടിച്ച് താഴത്ത് പൊക്കോളൂ. അത് കൊള്ളാവാ? എങ്ങനെയുണ്ട്? ഐസ്ക്രീം ഒക്കെ ഉണ്ട്. ഐസ്ക്രീം ഉണ്ട്, പക്ഷെ മധുരം കുറവാണ്. എന്നാലും ഇത് കയ്പുണ്ട്. ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നീ എടുത്ത് കൂടി കുറച്ചെടുത്ത്. അമ്മയുടെ ഏറ്റവും ചെറുതാണ്. എനിക്ക് മധുരം വരുന്നില്ല. ഇതിപ്പം കുടിച്ചോളൂ. അമ്മയുടെ എങ്ങനെയാണെന്ന് പറ. ഇപ്പം കുറവുണ്ട്. കോഫി ഇപ്പം കുറവുണ്ട്. മധുരമായ? മധുരമായി. ടേസ്റ്റ് സൂപ്പറാണ്. ഞാൻ ഇതിൽ ഓർഡർ ചെയ്യാത്തൊരു സാധനമാണ്. കൊള്ളാം, ദൈവത്തിന് അറിയാം. നല്ല ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതിന്റെ ടേസ്റ്റ് ഇതുവരെ നമ്മള് നല്ലതാണ് കേട്ടോ. പേരെന്താണ്? പേരില്ലേ? ടൈമൊന്നും ഇല്ലെങ്കിൽ വെറുതെ വിട്ടേരി, ചുമ്മാ ആവശ്യമില്ലാതെ. അച്ഛനത് അവിടുത്തെ ഇഷ്ടപ്പെടുന്നല്ല, ബാക്കിയൊന്നും ഇല്ല ഇതിനകത്ത്. കുറച്ചുകൂടി ഉണ്ട്. അച്ഛൻ ബർഗറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കാരണത്തിരുന്ന്. അപ്പോൾ നമ്മൾ സ്റ്റാർബക്സ് കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബർഗർ കഴിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. ഇതുവരെ ഞാൻ കഴിച്ച ബർഗറിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബർഗർ കൊച്ചി കിട്ടാവുന്നത്. നമ്മൾ ബർഗർ പ്ലേസിൽ എത്തി. അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്നവിടെ 3 പേർക്ക് ഞാൻ ബർഗർ ഓർഡർ ചെയ്ത്, എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തില്ല, ഞാൻ കാർണിവർ ആയതുകൊണ്ട്. പക്ഷേ അവസാനം ബർഗറൊക്കെ എത്തിക്കഴിഞ്ഞ് അച്ഛനകത്ത് ബണ്ണ് മാത്രം എടുത്ത് കഴിച്ച്. അമ്മയൊക്കെ നല്ല ബോളിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നെ ബർഗർ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയാതെ വില ഇറക്കി മാത്രമാണെന്ന്, കഴിക്കാൻ ആ താല്പര്യമില്ലെന്ന്. ഇതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ എന്തായാലും കട ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവരെനിക്ക് പാർട്ട് ഓഫ് ആക്കി നിന്നിട്ടില്ല. പലവട്ടം പോയിട്ടില്ല, 1-2 പ്രാവശ്യമൊക്കെ. എന്തായാലും കമ്പാരിറ്റീവ്ലി നല്ല കടയാണ്. അതുകൊണ്ട് ഞാൻ കട എന്നാലും പറയുന്നില്ല. എന്തായാലും സർക്കാർ കാരണം ഒരു ഗുണമുണ്ട്. ഞാൻ പവർ പെട്രോളിലോട്ട് മാറിയിരിക്കുകയാണ്. ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ ആ ഫുൾ ടാങ്ക് തീർത്തു. അവിടെ സത്യം പറഞ്ഞാൽ വഴി വെച്ച് തീർന്നിട്ട് ഞാൻ 5 ലിറ്റർ എക്സ്ട്രാ അടിച്ചിട്ട് പിന്നെ ഞാനിപ്പോൾ അടിക്കുന്നത്. പവർ ഇല്ലായിരുന്നു വഴി വരുന്ന വഴി. ഇവൻ കുടിക്കാറുള്ളത്. അതൊരു കാര്യമുണ്ട്. അതിന്റെ അല്ല,
എവിടെയെങ്കിലും ഒരു കടയുണ്ടോ ഒരു 5 കിലോമീറ്റർ മുമ്പോട്ട് പോയി വല്ല തിരിച്ചു വരുന്നത്. കൊള്ളാം പറയുന്ന കേട്ടോ അത് തന്നെ